സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപരിഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 39 ദശകം നമ്മൾ പിന്നിട്ടു. അടുത്തത് പൂതനാമോക്ഷാണ് 2 ദശകങ്ങളിൽ ആയിട്ട് വർണ്ണിച്ചിരിക്കുന്നത്. ദശമസ്കന്ധം മേപ്പത്തൂർ നല്ലോണം വർണ്ണിച്ചിട്ടുണ്ട്. മറ്റതൊക്കെ വർണ്ണിച്ചതിനേക്കാൾ കൂടുതലായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. കൃഷ്ണൻ പൂർണ്ണാവതാരാണ് എന്നുള്ളതുകൊണ്ട് ദ്രുതവിളംബിതം എന്ന് പറഞ്ഞ വൃത്താണ്. ഇങ്ങനെയാണ് വരിക. തദനു നന്ദമമന്ദശുഭാസ്പദം നൃപപുരീങ്കരദാനകൃതേഗതം സമവലോക്യ ജഗാദഭവത്പിതാ പിതിതകംസസഹായ ചനോദ്യമാ ആണ് ദ്രുതവിളംബിതം. ദ്രുതവിളംബിത അങ്ങനെ തുടങ്ങുക. ആ വൃത്തം തുടക്കത്തിൽ അതിൻ്റെ പോലെ എടുക്കാം എന്നാണ്. ദ്രുതവിളംബിതം എന്ന് പറഞ്ഞ പോലെ തദനു നന്ദമമന്ദശുഭാസ്പദം നൃപപുരീങ്കരദാനകൃതേഗതം. കുട്ടിയൊക്കെ ജനിച്ചു, ജന്മോത്സവമൊക്കെ ആഘോഷിച്ചു, ദാനങ്ങളൊക്കെ ധാരാളം കൊടുത്തു. ആഘോഷമൊക്കെ കഴിഞ്ഞതായിട്ട് സമയത്ത് അപ്പോഴേക്ക് എന്തുണ്ടായി? വസുദേവര്, ഭഗവാന്റെ പിതാവായിട്ടുള്ള വസുദേവര് കംസന് നികുതി കൊടുക്കണം, കൃത്യമായിട്ട് കൊടുക്കണം എന്നുള്ള വളരെ നിർബന്ധമാണ്. ഭരണ നേതാക്കൾക്കൊക്കെ ഈ കിട്ടേണ്ട കാര്യത്തിൽ വലിയ നിർബന്ധമാണ്. തൻ്റെ കടമ അങ്ങോട്ട് ചെയ്യേണ്ടോടത്ത് ഇപ്പോൾ അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലരുടെ കാര്യവും പരിങ്ങലാവും അല്ലേ. ഇപ്പം ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കേണ്ടതിന് ഒരു ഡേറ്റും കൂടി തെറ്റിയാൽ കട്ടാവും. ഇനി അതിന് വേറെ നോട്ടീസ് ഉണ്ടാവില്ല എന്ന് അത് തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ പ്രീപെയ്ഡ് വരികയാണ്, അത്രേ കൊടുത്ത കാശിനനുസരിച്ച് കറണ്ട് കിട്ടുന്നേ. എന്നാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അതിന് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? എത്രയോ നേരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കലുണ്ട് അല്ലേ. ഇപ്പം ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെച്ച് മനുഷ്യൻ അതിന് പരിഹാരം കാണണമെന്നേ ഉള്ളൂ. പോയത് തന്നെ ചില ദിക്കിലൊക്കെ എത്ര പണി തടസ്സപ്പെടും. അപ്പോൾ അതിനാരെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? വോൾട്ടേജ് കറക്റ്റായിട്ട് കൊടുക്കുക, അതിനാരെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? പൈസയ്ക്ക് ഒരു വിട്ടുവീഴ്ചയില്ലാവോ? അപ്പോൾ ഇവിടെ എന്തായാലും കംസനും ആ തരക്കാരൻ തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മുടെ കംസന്മാരെക്കാളും ഭേദമെന്ന് പറയണം കേട്ടോ. കാരണം കുറച്ച് അദ്ദേഹത്തിൻ്റെ കടമകളൊക്കെ കംസൻ ചെയ്തിരുന്നു എന്ന് നമുക്ക് കഥകളിൽ നിന്ന് മനസ്സിലാവുക. റോഡൊക്കെ നേരെയാക്കിയിരുന്നു, കള്ളന്മാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. വലിയൊരു കാര്യമാണ്. കള്ളന്മാർക്ക് പേടിയുണ്ട് കംസന്. അത്തരം ഡ്യൂട്ടിയെങ്കിലും അവർ ചെയ്തിരുന്നു, അവരുടെ കർത്തവ്യം. അപ്പോൾ ആ കംസന് നികുതി കൊടുക്കാൻ വസുദേവരൊക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്ന ആളാണ്. അത് നല്ലൊരു പൗരബോധമുള്ളവന് വേണം എന്നാണ്. ഗവൺമെൻറ്റിനെ പറ്റിക്കല്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു? ആ നികുതി പണ്ടെന്താ സ്വർണ്ണമോ കാര്യങ്ങളൊക്കെ കയ്യിലെടുക്കുകയാണ്. കറൻസിയൊന്നും പണ്ടില്ല, ഓൺലൈനും ഇല്ലല്ലോ. പണ്ടൊക്കെ കാശ് സ്വർണ്ണമായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ, നാണയങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് കൊടുക്കുക. അത് കയ്യിലെടുത്ത് കരദാനകൃതേ നൃപപുരീംഗതം, കരദാനം കൊടുക്കാനായിക്കൊണ്ട് നൃപപുരി രാജകൊട്ടാരത്തിലേക്ക്, കംസൻ്റെ കൊട്ടാരത്തിലേക്ക് അങ്ങനെ പുറപ്പെട്ടു. ആ ഡേറ്റൊന്നും ആരും മറക്കില്ല. കംസനെ പേടിച്ചിട്ട് കിടുകിട വരച്ചിട്ടേ. കരദാനകൃതേ, കരം എന്ന് പറഞ്ഞാൽ നികുതി കൊടുക്കാൻ വേണ്ടി മഥുരയിൽ എത്തി. നൃപപുരി മഥുര. അതും എടുത്ത് അവിടേക്ക് പുറപ്പെട്ടു എന്ന് പറയുകയാണ്. അമന്ദശുഭാസ്പദം നന്ദം സമവലോക്യ. നന്ദഗോപര് കേട്ടോ, വസുദേവരല്ല, സോറി, നന്ദഗോപരാണ് പുറപ്പെടുന്നത്. അമന്ദശുഭാസ്പദം നന്ദം, അനേകം ഗുണങ്ങളെ കൊണ്ട് ആശ്രയഭൂതനായ നന്ദഗോപര്. ഇവിടെ പദപ്രയോഗമാണ് അമന്ദശുഭാസ്പദം നന്ദം. നന്ദം എന്ന് പറഞ്ഞാൽ ആരാണ്? അമന്ദശുഭാസ്പദനാണ്. ധാരാളം ശുഭങ്ങളുള്ള ആൾ. ഒരു അശുഭമില്ല. ഭഗവാന്റെ പിതാവാകുമ്പോൾ അങ്ങനെയല്ലേ പറ്റൂ. സമവലോക്യ, ആ നന്ദഗോപരെ ആര് കണ്ടു? വസുദേവർ കണ്ടു. കാരാഗ്രഹത്ത് കിടക്കുകയാണ് ഇപ്പോൾ. ആവും അല്ലേ, പുത്രന് ജന്മം കൊടുത്തു എന്നും പറഞ്ഞ് ആഘോഷിക്കാനുള്ള ഭാഗ്യം പോലും ഇല്ല നന്ദഗോപർക്ക്, വസുദേവർക്കും ഇല്ല, ദേവകിക്കും ഇല്ല. കഷ്ടം. അവരുടെ ഒരു യോഗം ആലോചിച്ചൊക്കെ ഭഗവാന്റെ അച്ഛനമ്മയ്ക്ക് അടക്കം ഇതാണ് യോഗം. ആ കുട്ടിയൊന്ന് ലാളിക്കാനോ എത്ര ആഗ്രഹം ഉണ്ടാവും ഒരു അമ്മയ്ക്കും അച്ഛനും.
സന്തോഷമായിട്ട് കഴിയാനോ അവർക്ക് ഇത്രയും കാലം സാധിച്ചില്ല. അത്രയും കാലം ഈ ദുഷ്ടൻ്റെ കാരാഗ്രഹത്തിൽ കിടക്കുക. കുട്ടിയെ ഒന്നങ്ങനെ എടുത്തു വസുദേവരത്രയേ ഉള്ളൂ. ദേവകിക്ക് അതിനും കൂടിയുള്ള ഭാഗ്യം കിട്ടിയില്ല. ഇനി കുറേ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അവളേക്ക് വലുതായി ഉണ്ടാവും കൃഷ്ണൻ. അപ്പോൾ ഇതൊക്കെ ഈ പ്രപഞ്ചത്തിൽ പ്രാരബ്ധം, ബുദ്ധിമുട്ട്, ദുഃഖം അതിൻ്റെ ഭാഗമാണ്. ഭഗവാനടക്കം അങ്ങനെ കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഉണ്ടോ? സമവലോക്യ, കാരാഗ്രഹത്തിലുള്ള വസുദേവരെ ഒന്ന് കാണാം. അത് പണ്ട് സ്വാതന്ത്ര്യമുണ്ട്, ഒന്ന് കണ്ടു വന്നാലോ, കഴിഞ്ഞ സമയം കഴിഞ്ഞു ഇനി പൊക്കോളൂ എന്ന് പറയില്ലേ ജയിലർമാർ. എന്ന പോലെ വസുദേവരെ ഒന്ന് കാണേണ്ട, കരം അടച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. വിദിത കംസ സഹായ ജനോദ്യമാം, കംസൻ്റെ കൂട്ടുകാരുടെ ശിശുമാരണത്തിനുള്ള പുറപ്പാടുകൾ നന്ദഗോപര് അവിടുന്ന് അറിയുകയും ചെയ്തു. ആരിൽ നിന്ന്? വസുദേവരിൽ നിന്ന്. നമ്മൾ ഏതൊരു കാര്യത്തിലാണ് വ്യാപൃതനായിരിക്കണമെന്ന് വെച്ചാൽ അതാവും സദാ നമ്മുടെ മനസ്സിൽ. ചോദിക്കലും അതെ, പറയലും അതെ. ഇപ്പം കറണ്ട് പോയൊരു സമയത്ത് എല്ലാവർക്കും പ്രശ്നം എന്താവും? എന്താ ഈ കറണ്ട് കണ്ടിരിക്കണം, എപ്പോഴാണ് വരികയാവോ, പോയിട്ട് കുറേ നേരമായി ഇല്ലേ, മഴ പെയ്യാച്ചാൽ മഴ എന്താ കണ്ടിരിക്കണമെന്ന് ചോദിക്കുക. അപ്പോൾ ഏതിലാണ് നമ്മൾ വ്യാപൃതരായിരിക്കണം അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക, പറയുകയൊക്കെ ചെയ്യുക. അപ്പോൾ വസുദേവർ പറഞ്ഞു നന്ദഗോപരെ, അവർ തമ്മിലൊരു കുശല പ്രശ്നമൊക്കെ ഉണ്ട്. അവിടെയും തന്നെ ഈ വ്യക്തികളുടെ ആ അഭിരുചിക്കനുസരിച്ചിട്ട് സംസാരിക്കണം എന്നുണ്ട്. അതൊക്കെ ഭാഗവതം നമുക്ക് കാണിച്ചു തരികയാണ്. എന്താണ് വസുദേവരെ ഈ ഭഗവാൻ ചിന്തിക്കണത്? അങ്ങയുടെ 6 കുട്ടികളെ കംസൻ അടിച്ചു കൊന്നു. എന്തൊരു കഷ്ടമാണത്. ഏതൊരച്ഛനമ്മമാർക്കാണ് ഇങ്ങനൊരു ഗതി വരിക? കുട്ടി സ്വാഭാവികമായിട്ട് മരിച്ചാൽ തന്നെ ദുഃഖം ഉണ്ടാവും. അടിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ കുറേയും കൂടി ക്രൂരതയാണ് അല്ലേ? സഹിക്കാൻ പറ്റുമോ? ഏകാവശിഷ്ട അവരജ, ഒടുവിലൊരു പെൺകുട്ടി. ആ കുട്ടി ആകാശത്തേക്കും പോയി. അതിനെ വളർത്താൻ കിട്ടിയോ? അതുമില്ല. ഈ ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതിൻ്റെ പൊരുൾ ആർക്കാ മനസ്സിലാവുക? ഏതൊക്കെയാണ് ഭഗവാന്റെ പ്രവൃത്തികളുടെ ഉദ്ദേശം എന്ന് അല്ലയോ വസുദേവരെ ആർക്കാണ് പറയാൻ കഴിയുക അല്ലേ എന്നൊക്കെ ചില പ്രശ്നങ്ങൾ നന്ദഗോപര് ചോദിച്ചു. അപ്പോൾ വസുദേവർ തിരിച്ച് ഇങ്ങടെന്താ ചോദിക്കണമെന്ന് ചോദിച്ചാൽ, പുല്ലും വെള്ളമൊക്കെ പശുക്കൾക്ക് വേണ്ട പോലെ കിട്ടണില്ലേ? പശുക്കൾ നന്നായിട്ട് വളരണില്ലേ നന്ദഗോപരെ? നന്ദഗോപർക്ക് എപ്പോഴും പ്രധാനം പശുക്കളാണ്. അവർ പ്രധാന തൊഴിലാണല്ലോ അത്. അപ്പോൾ നന്ദഗോപരുടെ അഭിരുചിക്കനുസരിച്ചിട്ട് വസുദേവർ സംസാരിച്ചു, വസുദേവരുടെ അഭിരുചിക്കനുസരിച്ചിട്ട് നന്ദഗോപർ സംസാരിച്ചു. കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളോട് അതിനെപ്പറ്റി ചോദിക്കണം അല്ലേ? ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ്, അപ്പോൾ ഏതൊക്കെ എങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. അല്ലാണ്ട് അവരോട് കൃഷിയെക്കുറിച്ച് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കൃഷിക്കാരനോട് വേറെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടും കാര്യമില്ല അല്ലേ? ബസ് കയറിയ ബസ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുക. എന്താ അല്ലേ എണ്ണയുടെയൊക്കെ വില സഹിക്കാൻ വയ്യാണ്ടായി, ഒരുവിധം ഓടുന്നുണ്ടോ, ആളെയൊക്കെ കിട്ടുന്നുണ്ടോ? അപ്പം അയാളോട് അങ്ങനെ സംസാരിച്ചാലേ അയാൾക്ക് പറയാനുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ആ നന്ദഗോപരുടെ താല്പര്യത്തിനനുസരിച്ച് പശുക്കളെക്കുറിച്ച്, പുല്ലുകളെക്കുറിച്ച്, അതിനെക്കുറിച്ചിട്ടൊക്കെ അവിടെ ചോദ്യങ്ങൾ വസുദേവർ നന്ദഗോപരോട് ചോദിച്ചു. നന്ദഗോപർ അടിച്ചു കൊല്ലപ്പെട്ട കുട്ടികളെക്കുറിച്ച് വസുദേവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അവിടെ അതാണല്ലോ വേണ്ടത്. ആണ് സമവലോക്യ ജഗാദഭവത് പിതാ, അങ്ങയുടെ അച്ഛനോട് വസുദേവർ പറഞ്ഞു, ദാ കുട്ടികളെ കൊല്ലാനുള്ള പരിപാടി ഇട്ടിട്ടുണ്ട് കേട്ടോ കംസൻ. അതുകൊണ്ട് അങ്ങ് വേഗം പൊക്കോളൂ. ഒരാളും കൂടി അധികം അവിടെ ഉണ്ടായ ഗുണമല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഏത് സമയത്തും എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നുള്ള അപകടത്തെക്കുറിച്ച് സൂചന കൊടുത്തു. വിദിത കംസ സഹായജനോദ്യമാ, കംസന്മാരുടെ കൂട്ടാളികൾ ലോകം ഇങ്ങനെ മുഴുവനും നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രസവിച്ച കുട്ടികളെയൊക്കെ കൊല്ലാനാണ് അവരുടെ ഉദ്യമം എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നന്ദഗോപ വേഗം അങ്ങ് തിരിച്ചു പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കുട്ടിയുടെ സുരക്ഷയിൽ അത്ര താല്പര്യമുണ്ട് വസുദേവർക്ക്. തൻ്റെ കുട്ടി തന്നെയാണ്. ഭാഗവതത്തിൽ പറയണുണ്ട്, എനിക്കൊരു ഉണ്ണി ഉണ്ടായ പോലെ എനിക്ക് സന്തോഷമുണ്ട് നന്ദഗോപ, അങ്ങേക്ക് ഉണ്ണി ഉണ്ടായത്. അങ്ങേക്ക് ഉണ്ണി പറഞ്ഞാൽ തൻ്റെ ഉണ്ണി തന്നെയാണ്. അത് പറയാൻ പറ്റില്ലല്ലോ, ഇപ്പോൾ വെളിപ്പെടുത്താറായിട്ടില്ല. പക്ഷേ എനിക്കൊരു ഉണ്ണി ഉണ്ടായ പോലെയുള്ള സന്തോഷം എനിക്കുണ്ട്. അപ്പം നന്ദഗോപരോടുള്ള സ്നേഹം കൊണ്ടാവും എന്ന് നന്ദഗോപർ കരുതി. അത്ര സന്തോഷമുണ്ട് കേട്ടോ, ഈ വയസ്സുകാലത്ത് അങ്ങേക്കൊരു ഉണ്ണി ഉണ്ടായില്ലേ, പുത്രലാഭം, അതും വളരെ കേൾക്കേണ്ട കാണേണ്ട ഉണ്ണിയാണ് എന്നും അറിയാൻ കഴിഞ്ഞു. വിദിത കംസ സഹായജനോദ്യമ, കംസൻ്റെ കൂട്ടാളികളും കംസൻ്റെ ഭൃത്യരും കൂടിയിട്ട് ഇതാ കുട്ടികളെ കൊല്ലാൻ ഒരു പദ്ധതി ഇട്ടിരിക്കണു.
എന്നങ്ങോട്ട് പറഞ്ഞതും നന്ദഗോപർക്ക് പരിഭ്രമായി. ഉള്ളിലെന്തോ ഒരു മിന്നൽ എന്ന് പറയും നമ്മളില്ലേ, ശരാ എൻ്റെ ഉണ്ണിക്ക് എങ്ങനെ ഒരു ആപത്തുണ്ടോ ഈ ജനിച്ച സമയത്ത് എന്നങ്ങനെ പറഞ്ഞ് ഇവിടെ പറയുന്നു. ഐ സഖേ തവ ബാലക ജന്മമാം സുഖയദേത്യ നിജാത്മജ ജന്മവ ഇതി ഭവത് പിതൃതാം വ്രജനായകേ സമതിരോപ്യ ശശംസതമാദരോത്. നല്ല വൃത്തങ്ങളാണ് ഈ നാരായണീയത്തിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞത്. അങ്ങേക്ക് വയസ്സുകാലത്ത് ഉണ്ണിയുണ്ടായി. ഇതാണ് തവ ബാലക ജന്മം. അങ്ങയുടെ ആ ബാലക ജന്മത്തിൽ എനിക്ക് ഉണ്ണിയുണ്ടായ പോലെ സുഖമുണ്ട്. സുഖയതേത്യ നിജാത്മജ ജന്മവൽ. എനിക്കൊരാത്മജൻ ഉണ്ടായ എത്ര സന്തോഷം ഉണ്ടാവും, അതേപോലെ അങ്ങേക്കൊരു ഉണ്ണി ഉണ്ടായതിൽ ഞാനിതാ സന്തോഷിക്കുന്നു നന്ദഗോപരെ. നമ്മൾ രണ്ടും രണ്ടല്ലല്ലോ എന്ന സ്നേഹത്തോടു കൂടിയിട്ടാണ് പറയണം. സന്തോഷമായിട്ടോ എന്നങ്ങനെ പറയണു. ഇത് ഭവത് പിതൃതാം. കൃഷ്ണ ഭഗവാനെ, അങ്ങയുടെ അച്ഛൻ്റെ സ്ഥാനം നന്ദഗോപർക്ക് തന്നെ കൊടുത്തിട്ടാണ് വസുദേവർ സംസാരിച്ചത്. താൻ അച്ഛനാണെന്നുള്ളതാണല്ലോ സത്യം. അത് വെളിപ്പെടുത്തിയില്ല, അതിൻ്റെ സമയമായിട്ടില്ല, തനിക്കതിന് അധികാരമില്ല. അപ്പോൾ ഇത് ഭവത് പിതൃതാം, അങ്ങയുടെ പിതൃത്വം. ഭവത് പിതൃതാം വ്രജനായകേ സമധിരോപ്യൊക്കെ വളരെ വ്യക്തമാണ് അർത്ഥം. കണ്ടോ, വ്രജനായകൻ നന്ദഗോപർ. ആ നന്ദഗോപരിൽ ആരോപിച്ചിട്ട് അവിടെ തന്നെ നിർത്തിയിട്ട് അങ്ങനെ തന്നെ എന്ന നിലയ്ക്ക് ശശംസ തമാദരോൻ, ആദരവോടുകൂടി നന്ദഗോപരെ പ്രശംസിച്ചു. ഭഗവാൻ പുത്രനായിട്ട് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗ്യം ഉണ്ടാവണമല്ലേ, എല്ലാവർക്കും തരാവണതാണോ അത്? ഇത് ഭവത് പിതൃതാം വ്രജനായകേ സമതിരോപ്യ. നന്ദഗോപരിൽ തന്നെ ആ പിതൃത്വം വെച്ച് ആരോപിച്ച് ശശംസ, നല്ലപോലെ നന്ദഗോപരെ പ്രശംസിച്ചു. ഇനി അവിടെ ഉണ്ടാവാൻ പോകുന്ന ആപത്തിനെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് വസുദേവർ നന്ദഗോപരോട്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.